പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തമായ ദൈവിക പ്രചോദനങ്ങൾക്ക് പ്രത്യുത്തരമായി ഇന്നു മുതൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന വലിയ സന്ദേശത്തിനനുസരിച്ചുള്ള ഉപവാസ പ്രാർത്ഥന യജ്ഞത്തിലേക്ക് നാം ഇന്ന് നമ്മുടെ ഷെക്കേന ചാനലിലൂടെ ആരംഭിക്കുകയാണ്, പ്രവേശിക്കുകയാണ്. നമ്മെ തന്നെ പരിപൂർണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിലെ കർത്താവ് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അഭിഷേകം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ അഭിഷേകമായി, ശക്തിയായി, വചനമായി, ജീവന്റെ സമൃദ്ധിയായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഴ പോലെ പെയ്തിറങ്ങി വാ. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, മഹത്വം, മഹത്വം സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓ മഹത്വം കർത്താവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം സ്തുതിക്കുന്ന കർത്താവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങയുടെ തിരുഹിതമനുസരിച്ച്, അങ്ങയുടെ ആഹ്വാനമനുസരിച്ച്, അങ്ങ് നൽകുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ, ശക്തരാക്കണമേ. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, ബലഹീനരാണ്, ദുർബലരാണ്, നിസ്സഹായരാണ്. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈശോയെ, ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് അങ്ങയുടെ പദ്ധതി അനുസരിച്ചാണ്, അങ്ങ് വിളിച്ചിട്ടാണ്. ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങ് എന്തിനു വേണ്ടി ഞങ്ങളെ വിളിച്ചുവോ, അങ്ങ് എന്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിപ്പിച്ചോ, കർത്താവേ, ആ വലിയ പദ്ധതി ഞങ്ങളിലൂടെ നിറവേറപ്പെടട്ടെ. കർത്താവേ, വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഹൃദയം കുത്തി തുറന്നു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി, അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചു. യേശുവേ, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തി സ്വന്തമാക്കി അങ്ങ് ഞങ്ങൾ എടുക്കണം. അതിനുവേണ്ടി അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. കർത്താവ്, ഈ ദിവസങ്ങള് അതെല്ലാം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഈ 40 ദിവസത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവേ അങ്ങ് ഏറ്റെടുത്ത് നയിക്കണമേ, നിയന്ത്രിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, വിശുദ്ധ ഔസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദൂതൻ
ദൈവഭക്തർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിന്ന് സംരക്ഷണം നൽകുന്നു. സ്വർഗത്തിന്റെ സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യാതൊരു പൈശാചിക ശക്തികളും ഈ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. സ്വർഗത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യത്തില്, അമ്മയുടെ രക്തക്കണ്ണുനീരിന്റെ യോഗ്യതയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട്, ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ശുശ്രൂഷയിൽ കർത്താവെ അങ്ങയുടെ തിരുഹിതം പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ വിളിയാണ് ഈ 40 ദിവസങ്ങൾ അവിടത്തോട് കൂടെ അവിടുത്തെ മക്കളായി നമ്മൾ ആയിരിക്കണം എന്നുള്ളത്. ദൈവം വിളിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ 40 ദിവസങ്ങൾ നമ്മളായിരിക്കുന്നത്? പ്രിയപ്പെട്ട മക്കളെ, അത് മറ്റൊന്നിനു വേണ്ടിയല്ല. സ്വർഗത്തിൻ്റെ ഒരു നിലവിളിക്ക് പ്രത്യുത്തരം. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിൻ്റെയും അനേകം ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ നിലവിളിച്ചുകൊണ്ട് പറയാം, മക്കളെ പ്രാർത്ഥിക്ക്, പ്രാശ്ചിത്തം ചെയ്യ്, ഉപവസിക്ക്, ത്യാഗമേറ്റെടുക്ക്. എൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിലെ മരണത്തിൻ്റെ ശക്തി സ്വന്തമാക്കിയെടുത്ത് രക്ഷപ്രാപിക്കും മക്കളെ. അനേകം വിശുദ്ധരിലൂടെ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ, വിശുദ്ധ മർഗരീത്ത മറിയത്തിലൂടെ, അനേകം വിശുദ്ധരിലൂടെ ദൈവം നമ്മെ വിളിച്ചു, ദൈവം നമ്മെ ആഹ്വാനം ചെയ്തു. ആഹ്വാനങ്ങൾക്കനുസരിച്ചാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈ 40 ദിവസങ്ങൾ ആയിരിക്കുന്നത്. ഈശോയുടെ കുരിശിലെ നിലവിളി നിങ്ങൾക്കറിയോ? എനിക്ക് ദാഹിക്കുന്നു മക്കളെ എന്ന് പറഞ്ഞ് ഈശോ കുരിശ് നിലവിളിച്ചു. എന്തിനാ മക്കളെ? ഈശോയുടെ നിലവിളി പാപികൾക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. ഈശോ കുരിശിൽ മരിച്ചത് പാപം നീക്കാനാണ്. ഈശോ കുരിശിൽ ദാഹിച്ചത് പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എല്ലാ പാപികളെയും യേശുവിലേക്ക് കൊണ്ടുവരിക, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദൈവകരുണയുടെ നൊവേനയുടെ ആദ്യത്തെ ദിവസം തന്നെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞത്, എല്ലാ പാപികളെയും, പ്രത്യേകിച്ച് മാരക പാപത്തിൽ അടിമപ്പെട്ട എല്ലാ പാപികളെയും എൻ്റെ കരുണയിലേക്ക്, എൻ്റെ കരുണക്കടലിലേക്ക് കൊണ്ടുവരാനാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, അനേകം ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രക്തക്കണ്ണീരൊഴുക്കി നിലവിളിക്കുക. എന്തിനാ അമ്മ നിലവിളിക്കുന്ന മക്കളെ? എന്തുകൊണ്ട് അമ്മയുടെ കണ്ണീര് രക്തക്കണ്ണീരായിട്ട് ഒഴുകുന്നേ? അതെന്തെന്നറിയോ? പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ്. തൻ്റെ തിരുക്കുമാരനോടൊപ്പം, രക്ഷകനായ തൻ്റെ തിരുക്കുമാരനോടൊപ്പം കുരിശിലെ ബലിയിൽ പങ്കാളിയായിട്ട് ആ കുരിശിൻ്റെ യാത്രയിൽ പങ്കുചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ രക്തക്കണ്ണീരൊഴുക്കി. ഇന്ന് നമുക്ക് വേണ്ടി ഇപ്പോഴും രക്തക്കണ്ണീരൊഴുക്കുന്നു. കാരണം പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ്. ഈ 40 ദിവസങ്ങൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മെയും ഈ സഹരക്ഷകരുടെ പദവിയിലേക്ക് ദൈവം വിളിക്കുക. എന്താണ് സഹരക്ഷകം ആകാന്ന് പറഞ്ഞാൽ? നമ്മൾ കർത്താവിൻ്റെ കുരിശോട് ചേർന്ന് നിന്ന്, പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർന്ന് നിന്ന് നമ്മുടെ സഹനങ്ങളും നമ്മുടെ വേദനകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഉപവാസവും ത്യാഗപ്രവർത്തികളും പ്രായശ്ചിത്ത പ്രവർത്തികളും കുരിശോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും അനേകം പാപികൾക്ക് വേണ്ടി നമ്മൾ സഹരക്ഷകരായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വലിയ ദൈവവിളിയാണ് ഈ 40 ദിവസങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. നിന്റെ കുടുംബത്തിന് നീ സഹരക്ഷകയാകണം. നിന്റെ ജീവിതത്തിലെ മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, സഹോദരങ്ങൾക്ക്, ഇന്ന് ലോകത്തിൽ പാപത്തിൽ പെട്ടുപോയ അനേക മക്കൾക്ക് നമ്മൾ ഓരോരുത്തരും സഹരക്ഷകരായി മാറാനുള്ള ദൈവവിളി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയാ, ക്രിസ്തുവിൻ്റെ സഹനത്തിലെ
കുരിശിലെ സഹനത്തിലെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന്. എന്താണ് ആ കുറവ്? ആ കുറവാണ് കുഞ്ഞെ എൻ്റെയും നിൻ്റെയും വേദനകളെ, സഹനങ്ങളെ കുരിശോട് ചേർത്ത് വയ്ക്കുക. പരിശുദ്ധ അമ്മ തൻ്റെ വ്യാകുല വാളുകളേറ്റ് മുറിവേറ്റ വിമല ഹൃദയത്തെ യേശുവിൻ്റെ കുരിശോട് ചേർത്ത് സമർപ്പിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സഹരക്ഷകയായി മാറി. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സഹനങ്ങളുണ്ട്, നമുക്ക് വേദനകളുണ്ട്. അതോടൊപ്പം തന്നെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത്, സഹനങ്ങൾ ഏറ്റെടുത്ത്, ഉപവസിച്ച് പ്രാശ്ചിത്യം ചെയ്ത് ഈ ദിവസങ്ങൾ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർത്ത്, ആ വിമല ഹൃദയത്തോട് ചേർത്ത് യേശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അനേകം മക്കൾക്ക് സഹരക്ഷകരായിട്ട് മാറും. ആ ഒരു വലിയ ശുശ്രൂഷയാണ് ഈ 40 ദിവസങ്ങളിലൂടെ ദൈവമായ കർത്താവ് നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ത്യാഗത്തിലൂടെ ലോകത്തെ സ്പർശിക്കുവാനും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ ശക്തി സ്വന്തമാക്കിയെടുക്കാനും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിൻ്റെ നിലവിളി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ നമുക്കിടയാകട്ടെ. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ ചെയ്യേണ്ട കാര്യം, 1, നമ്മൾ സകല പാപങ്ങളും വിട്ടുപേക്ഷിക്കണം. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും പാപത്തിൻ്റെയോ അശുദ്ധിയുടെയോ മേഖലയിലാണെങ്കിൽ ആ പാപത്തെ, അശുദ്ധിയെ വിട്ടുപേക്ഷിച്ച് നല്ല പോലെ തീരുമാനമെടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വരണം. എന്നിട്ടാണ് ഈ പാപത്തിൽ പെട്ടുപോയ അനേക മക്കൾക്ക് വേണ്ടി നമ്മൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആദ്യ ദിനത്തിൽ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് മദ്യപാനത്തിനും ലഹരികൾക്കും അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, മദ്യപാനം, ലഹരി നശിപ്പിക്കാത്ത മേഖലകളില്ല. ഈ ലോകത്തിൻ്റെ ഏത് മേഖല നോക്കിക്കോ, അനേകം കുടുംബങ്ങളെ ഈ മദ്യപാനം, ലഹരി നശിപ്പിച്ച ചരിത്രങ്ങൾ ഏറെയാണ്. രാഷ്ട്രീയ അധികാരികളെ, എത്രയോ മക്കളെ ഈ മദ്യപാനം, ലഹരി നശിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് നശിച്ചു പോയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ, മദ്യപാനത്തിൻ്റെ മേഖലയിൽ നശിച്ചു പോയ മക്കൾ, ചിലപ്പോഴെങ്കിലും പൗരോഹിത്യത്തെ പോലും നശിപ്പിച്ച മദ്യപാനത്തിൻ്റെ മേഖലകൾ പലതുമുണ്ട്. പ്രിയപ്പെട്ട മക്കൾ, അനേക യുവമക്കളെ, അനേക കുഞ്ഞുമക്കളെ ഈ മദ്യപാനം, ലഹരി നശിപ്പിച്ചത് ഇഷ്ടം പോലെ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്യപാനത്തിൻ്റെ, ലഹരിയുടെ മേഖലകളെ നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം അത്രമാത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ, ലോക ചരിത്രത്തിൽ അനേകം അറിവുള്ള, പാണ്ഡിത്യമുള്ള, സമ്പത്തുള്ള, സ്ഥാനങ്ങളുള്ള, അഭിഷിക്തരായ അനേക മക്കളെ മദ്യവും ലഹരി ഇതുപോലെ നശിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, മദ്യത്തിൻ്റെ പൈശാചികത എത്രമാത്രം വലുതാണെന്ന് നമ്മൾ അറിയണം. അത്രമാത്രം ശക്തമാണ്. ഞാനിതിനെ ഇന്ന് ഈ ദിവസങ്ങളൊക്കെ ഇരുന്ന് ഈ മദ്യപാനത്തിൻ്റെ, ലഹരിയുടെ മേഖലയെക്കുറിച്ച് ധ്യാനിച്ച് ദിവ്യകാരുണ്യനാഥനോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ വലിയൊരു കാര്യമാണ്, പ്രിയപ്പെട്ട കുഞ്ഞെ, ഇത് വലിയ പാപമാണ്, വലിയ പാപം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് പാപത്തെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഒരു പേടിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഇന്നത്തെ ലോകത്തിലേക്ക് പ്രശ്നം നോക്കുകയും, ഒത്തിരി പ്രശ്നങ്ങൾ, മഹാമാരി, ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികൾ, ഒത്തിരിയേറെ തീവ്രവാദം, പല പല പ്രശ്നങ്ങളുണ്ട്. ഈ എന്താ പറയുക, മദ്യപാനം, ലഹരി, ഇതൊക്കെ ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇത് പാപത്തിൻ്റെ ഫലമെന്ന്? ഇന്ന് പാപത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആരാധനയിൽ ഇങ്ങനെ പറഞ്ഞു, അതായത് ഗേ മാരേജ്, ലവ് ജിഹാദ്, പൈശാചികമായ പാപപ്രവർത്തികൾ, ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സഹവൈദികനായ അച്ഛൻ പറഞ്ഞു, ബോസ്കോ, നീ ഇങ്ങനെയൊക്കെ ഇവർക്കൊണ്ടൊക്കെ പ്രാർത്ഥിച്ച് ശരിയാവോ? സ്വർഗഭോഗികൾക്കെന്നൊക്കെ പറഞ്ഞ്, ഗേ മാരേജ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് ശരിയല്ല കേട്ടോ. യൂറോപ്പിലൊക്കെ അത് അംഗീകരിച്ചേക്കാം, നിയമമാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈശോ പറഞ്ഞ വചനം എന്താ? ഈശോ പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ വചനം, അതനുസരിച്ച് ജീവിക്കണ്ടേ? അതല്ലേ ജീവിതത്തിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപത്തെക്കുറിച്ച് കേൾക്കാനോ പാപത്തെക്കുറിച്ച് പറയാനോ
ആർക്കും വലിയ മനസ്സില്ല. ആളുകളൊക്കെ പറയും ദൈവസ്നേഹമാണ്, അതുകൊണ്ട് നിനക്കൊരു കാർ കിട്ടും. ദൈവസ്നേഹമാണ്, നിനക്കൊരു നല്ല ജീവിത പങ്കാളിയെ കിട്ടും. ദൈവസ്നേഹമാണ്, ജോലി കിട്ടും. ദൈവസ്നേഹമാണ്, എല്ലാം ക്ഷമിക്കും. ദൈവസ്നേഹമാണ്, നിനക്ക് വിദേശത്ത് പോവാം. പ്രിയപ്പെട്ടവരെ, ഈ നാശത്തിൻ്റെ പിടിയിലേക്ക് വരുമ്പോൾ പാപം, ആ പാപത്തിൻ്റെ അടിസ്ഥാനമാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്, ഇന്നത്തെ മഹാമാരി, ജീവിത പ്രശ്നങ്ങൾ, കുടുംബ തകർച്ചകൾ, എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം പാപമാണ്. മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഉത്ഭവ പാപത്തിലൂടെ പാപത്തിൻ്റെ സ്വാധീനം അതിശക്തമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വചനത്തിൽ പറയാ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഈ ജഡികമായ പാപത്തിൻ്റെ ശക്തി മനുഷ്യ പ്രകൃതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സ്വഭാവമാണ് പാപ സ്വഭാവം. ഇനി എന്താണ് പാപം എന്ന് പറഞ്ഞാൽ? പാപമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക, പാപമെന്ന് പറഞ്ഞാൽ ദൈവത്തിലല്ലാതെ, ദൈവത്തെ കൂടാതെ സന്തോഷമോ സമാധാനമോ അനുഭവിക്കാൻ പറ്റാത്ത മനുഷ്യൻ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു വ്യക്തിയിലോ വസ്തുവിലോ തന്നിലോ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രവൃത്തിയാണ് പാപം. ശരിക്കും മനസ്സിലാക്കണം, ദൈവത്തിലും ദൈവിക വചനങ്ങളിലുമേ സമാധാനം സന്തോഷമുള്ളൂ. എന്നാൽ ജഡിക പ്രകൃതിയിൽ, ജഡമായി പോയ അവസ്ഥയിൽ, പാപപ്രകൃതിയിൽ അവൻ ദൈവത്തെ വിട്ട്, ദൈവത്തിൻ്റെ വചനം വിട്ട് അവൻ ഒരു വസ്തു, ഒരു വ്യക്തി, അല്ലെങ്കിൽ തൻ്റെ തന്നെ ശരീരത്തിൽ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രവൃത്തിയാണ് പാപപ്രവൃത്തി. പ്രിയപ്പെട്ട മക്കളെ, മദ്യപാനം ആ മേഖലയിൽ വന്നുപെടുന്ന വലിയൊരു പാപത്തിൻ്റെ മേഖലയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം വേണ്ട. നമുക്കറിയാം, ദൈവവചനത്തിൽ ഒത്തിരിയേറെ ഇടങ്ങളിൽ ഈശോ മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം കർത്താവ് പറയാ, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. വീണ്ടും പറയാ, പ്രഭാഷണ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ പറയാ, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാവുകയില്ല. വചനം പറയാ. വീണ്ടും യെശയ്യാ പ്രവാചന പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയാ, ലഹരി അതിൻ്റെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഒത്തിരി വചനങ്ങൾ കർത്താവ് പറയാ. വീണ്ടും റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വചനത്തെ പറയാ, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനം പറയാ മദ്യപാനത്തിന് എതിരായിട്ട്. വീണ്ടും പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ ഈശോ പറയാണ്, അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. മദ്യപാനത്തിൽ സ്വർഗരാജ്യം അവകാശപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ ഇടങ്ങളിൽ ദൈവമായ കർത്താവ് തൻ്റെ തിരുവചനത്തിലൂടെ മദ്യപാനത്തിൻ്റെ പൈശാചികതകളെക്കുറിച്ചും മദ്യപാനത്തിൻ്റെ നാശത്തെക്കുറിച്ചും മദ്യപാനം, ലഹരി മനുഷ്യജീവിതത്തിൽ വരുത്തിവെക്കുന്ന തിന്മകളെക്കുറിച്ചും ശക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ, അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവത്തെ മാറ്റി നിർത്തി, ദൈവവചനത്തെ മാറ്റി നിർത്തി ജഡത്തിൻ്റെ ആസക്തികൾക്ക് അനുസരിച്ച് സ്വന്തം സുഖത്തിനു വേണ്ടി അവൻ മദ്യത്തിൻ്റെ പിന്നാലെ പോകുന്നു, ലഹരിയുടെ പിന്നാലെ പോകുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈ പാപത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഈ പാപത്തിൻ്റെ ഒരു അരൂപി പിശാച. ഒരു മദ്യപാനി എന്നുള്ള വ്യക്തി ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ പെടുമ്പോൾ, അവൻ മദ്യപിക്കുമ്പോൾ, ദൈവത്തെ വിട്ട് വചനത്തെ വിട്ട് അവൻ സ്വന്തം സുഖിക്കാൻ വേണ്ടി മദ്യപിക്കുമ്പോൾ, ലഹരിക്ക് അടിമപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, അവൻ പിശാചിൻ്റെ ശക്തമായ പിടിയിൽ അമരുകയാണ്. ഞാൻ ഓർക്കാം, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്
ഈ ഭൂതോച്ചാടനത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ അന്ന് ക്ലാസ് എടുത്തൊരു അച്ഛൻ പറയണ്ടായി, അതായത് ഒരു വ്യക്തി മദ്യപിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് മദ്യപാനത്തിൻ്റെ ഒരു ദുരാത്മാവ് കയറും. ഈ മദ്യപാനത്തിൽ ദുരാത്മാവ് കയറിയാൽ ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഈ ആത്മാവിന് വിശക്കാൻ തുടങ്ങും. അങ്ങനെ വിശക്കുമ്പോൾ അവന് ഭക്ഷണം വേണം. മദ്യപാനത്തിൻ്റെ ദുരാത്മാവിൻ്റെ ഭക്ഷണമാണ് മദ്യം. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു വന്ന പിശാച് വിശക്കുമ്പോൾ അവൻ്റെ ഈ കുടിച്ചവൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ അവസ്ഥയാണ് മദ്യപാനത്തിൻ്റെ ആസക്തി. ഇന്ന് നമുക്കറിയാം പല മക്കളും ഈ പിശാചിൻ്റെ പിടിയിൽപ്പെട്ട് മദ്യപാനത്തിൻ്റെ ആസക്തിക്ക് അടിമപ്പെട്ട് അവൻ രക്ഷപ്പെടണമെന്ന് ഞാൻ ഓർക്കുക. ഞാൻ ഈ 13 വർഷക്കാലം ഗുണ്ടാസംഘത്തിൽപ്പെട്ട മക്കളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത അച്ഛനാണ്. ഒത്തിരിയേറെ വഴിതെറ്റിപ്പോയ മക്കൾ, ഗുണ്ടാസംഘത്തിൽ പെട്ടുപോയ മക്കൾ, ജയിലിൽ അനേകം നാളുകൾ കിടന്ന മക്കൾ, കേസുകളേറെയുള്ള മക്കൾ, ഈ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ കണ്ട വലിയൊരു സത്യമാണ് മദ്യത്തിൻ്റെയും ലഹരിയുടെയും ശക്തമായ പിടി. ഞാൻ ഈ മക്കളുമായിട്ടൊക്കെ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, പാവപ്പെട്ട മക്കൾ അടിമപ്പെട്ടിരിക്കുക, രക്ഷപ്പെടാൻ പറ്റണില്ല. പല മക്കളും, ചെറുപ്പക്കാർ മക്കള് ചങ്ക് പൊട്ടിക്കറിയ, അച്ഛാ എനിക്ക് പറ്റണില്ല. അവൻ്റെ നിസ്സഹായത, അവന് പറ്റണില്ല. കാരണം ഈ അടിമത്തത്തിലേക്ക് ഈ പ്രിയപ്പെട്ട കുഞ്ഞ് വീണിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ മദ്യപാനം എന്നുള്ള ഒരു ലഹരിയുടെ പൈശാചികത, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതെല്ലാം ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൻ്റെ അടിമയാവുകയാണ്. അടിമത്തം പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണ് അവൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ മദ്യപാനികൾ നോക്കിയിട്ടുണ്ടോ? ലഹരികൾക്ക് അടിമപ്പെട്ടു പോയ മക്കളെ നോക്കിയിട്ടുണ്ടോ? എന്തിനാ കുടിക്കാൻ പോയേ? സന്തോഷത്തിന് വേണ്ടി, സുഖം കിട്ടുമെന്ന് കരുതി. ഇവരെ നോക്കിക്കോ, ദേവാലയമില്ല, കൂദാശയില്ല, ദൈവമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവത്തോട് ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തെ കൂടാതെ സന്തോഷം കിട്ടത്തില്ല. ഈശോ സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ, പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഇപ്പൊ കുടിക്കണ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും, ഞാൻ തരാം ജീവജലം, ദാഹിക്കത്തില്ല. ദൈവമില്ലാതെ പോയാൽ പ്രിയപ്പെട്ട മക്കളെ വീണ്ടും വീണ്ടും ദാഹിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഈ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നാലെ പോയി അടിമപ്പെട്ടു പോയ മക്കളാണ്. ഈ മക്കളുടെ ഗതികേട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ മദ്യപാനികൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അടിമത്തത്തിൻ്റെ പൈശാചികത, ഈ മഹാമാരി, ഒത്തിരി സാമ്പത്തികമായ ബാധ്യതകൾ, ജോലിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും ഈ മദ്യപാനത്തിൻ്റെ പിശാചിൻ്റെ പിടിപ്പെട്ട മക്കള്, നമുക്കറിയാം ജൂൺ 16-ാം തീയതി ബാറ് തുറന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആണ് ഈ പറഞ്ഞ അടിമത്തത്തിൻ്റെ പൈശാചികത തിരിച്ചറിയാൻ വേണ്ടി നോക്കിക്കോ, ഈ മക്കള് മദ്യത്തിനു വേണ്ടി ആർത്തിപ്പൂണ്ട് ഓടി നടക്കുന്ന ഒരു അവസ്ഥ. ഇതാണ് മക്കളെ പൈശാചികത, അടിമത്തം, ബന്ധനം. നമുക്കൊന്ന് കാണാം. പ്രിയപ്പെട്ട മക്കളെ കണ്ടോ, അടിമത്തം, സമ്പത്തിനുള്ള, നമുക്കറിയാം ഈ സമയം ദാരിദ്ര്യത്തിന് സമയമാണ്. എന്നിട്ട് പോലും മദ്യം ലഭിക്കാൻ വേണ്ടി, മദ്യത്തിനു വേണ്ടി ഈ മക്കൾ ഓടണമെങ്കിൽ
എന്തുമാത്രം അടിമത്വം, ബന്ധനം ഈ മക്കളിലുണ്ടായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, മദ്യപാനത്തിൻ്റെ പിടിയിൽ, ലഹരിയുടെ പിടിയിൽ പെട്ടുപോയ മക്കള് ഈ പിശാചിൻ്റെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോയി അവർ നടു ഒടിഞ്ഞ് കിടക്കണ മക്കളാ. നമുക്കറിയാം, നടു ഒടിഞ്ഞ് കിടക്കണവരോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ മക്കളെ? ഞാൻ പറയും, ഈ മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും പിടിയിൽ ഇതുപോലെ അടിമപ്പെട്ട് അതിൻ്റെ പിന്നാലെ പോയി ആ ഒരു ബന്ധനത്തിൽ പെട്ടുപോയ മക്കള് ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. എനിക്ക് ഒത്തിരി മക്കളെ അറിയാം, ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പറ്റണില്ലച്ചാ, ചങ്ക് പൊട്ടിക്കരയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മക്കളുടെ ഈ അവസ്ഥ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല, ചിലർക്കെങ്കിലും ഒരു ചിന്തയുണ്ട്. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ISSലേക്കൊക്കെ പോയ ഒരു പെൺകുട്ടി നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആണ്. ആ പെൺകുട്ടി പോയതിന് ശേഷം അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിത് ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് ക്രിസ്ത്യാനിറ്റി ഈസ് എ കൂൾ റിലിജിയൻ. വളരെ കൂളായിട്ടുള്ള ഒരു മതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയാം. അവൾ പറയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് മദ്യപിച്ചാൽ കുഴപ്പമില്ല, ഡാൻസ് കളിച്ചാൽ കുഴപ്പമില്ല, ഏത് ഡ്രസ്സ് ധരിച്ചാലും കുഴപ്പമില്ല, സിനിമ കണ്ടാൽ കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ലാത്ത പോലെ. ഇനി ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ലും കുഴപ്പമില്ല, വെള്ളിയാഴ്ച മാംസം കഴിച്ചാലും കുഴപ്പമില്ല. ഇറ്റ്സ് എ കൂൾ റിലിജിയൻ. പ്രിയപ്പെട്ട മക്കളെ, അത് വലിയൊരു തെറ്റായ ചിന്താഗതിയാണ്. കഴിഞ്ഞിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ പല മേഖലയെ പറഞ്ഞാൽ കേട്ടു, ഞങ്ങൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാതന്ത്ര്യമാണ്. അമ്പലത്തിൽ പോകണോ അമ്പലത്തിൽ പോ, ഞായറാഴ്ച മദ്യപിച്ചാലൊന്നും കുഴപ്പമില്ല, ഞായറാഴ്ച പള്ളി പോയില്ലേലും ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കുഴപ്പമില്ല, അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് മദ്യപിക്കാം, കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാ, ഒരമ്മച്ചിയുടെ 92-ാം വാർഷികം. അതെനിക്ക് ഒത്തിരി വേദനിച്ച്. 92-ാമത്തെ വാർഷികം, മക്കളും പേരക്കിടാങ്ങളും ഒരുമിച്ച് കൂടിയേക്കാം. വലിയൊരു കുപ്പി ബ്രാൻഡി വെച്ചിട്ട് ഇവർ അത് പങ്കുവച്ചു. ആദ്യം അമ്മച്ചീനെ കൊണ്ട് കുടിപ്പിക്കുക. അമ്മച്ചി കുടിക്കണക്കാന് മുമ്പ് എല്ലാവരും ഇത് പകർന്നിട്ട് അതിങ്ങനെ ചേഴ്സ് പറഞ്ഞേക്കാന് മുമ്പ് അവർ പറഞ്ഞറിയോ, അതാ ചങ്കത്ത് തറച്ച അച്ഛൻ്റെ അതെടുത്തിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഈ മദ്യം എടുത്ത് ഉയർത്തിയിട്ട് ഇവർ ഹല്ലേലൂയ പറഞ്ഞ് യേശുവിനെ ഈ നമ്മൾ സ്തുതിക്കുന്ന പോലെ ഈ മദ്യം ഉയർത്തിയിട്ട് എന്നിട്ട് ഈ അമ്മച്ചി ഒറ്റ വലിക്ക് കുടിക്കുക. ഞാൻ ഓർക്കുക, എന്ത് പൈശാചികത നമ്മുടെ കുടുംബങ്ങളിൽ. പ്രിയപ്പെട്ട മക്കളെ, ഈ മദ്യപാനത്തിൻ്റെ പൈശാചികത അത്രമാത്രം ശക്തമായിട്ട് അടിമപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലകളൊക്കെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. നമുക്കറിയാം, നമ്മുടെ ഈശോ നമുക്ക് ശക്തമായ വചനം തന്നിട്ടുണ്ട്, കൽപ്പനകൾ കൃത്യമായി തന്നിട്ടുണ്ട്. വചനത്തിലൂടെ ഇതാണ് വഴി, ഇതിലെ പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിനെക്കുറിച്ചും പ്രമാണങ്ങളെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും ലഹരികളെക്കുറിച്ചും എല്ലാം ഈശോ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല മക്കളെ. എന്നിട്ടും നമ്മളെന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയ? അതാണ് ഞാൻ പറയുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാച് ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ, നമ്മെ ഓരോരുത്തരെയും കണ്ണ് മൂടിക്കെട്ടി അവൻ്റെ പിടിയിലേക്ക് വീഴ്ത്തിക്കൊണ്ട് ഈ മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും പിടിയിൽ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും പൗരോഹിത്യത്തെയും സഭയെയും അടിമപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വലിയ സത്യമാണ്. ഈ പാപത്തിലൂടെ പിശാചിന് നമ്മുടെ മേൽ നിയമപരമായ അവകാശം കിട്ടുകയാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഒരിക്കലും അവനെ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും പിടിയിൽ അമർന്നു പോയ മക്കള് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാതെ അതിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ യുവമക്കളുമായിട്ടുള്ള ഇടപെടലിൽ അനേക മക്കളെ ഞാൻ അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട്. ദിവസങ്ങൾ മാസങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് പോന്നു, ഒരാഴ്ചയൊക്കെ കട്ടിപ്പിടിച്ച് നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഈ മക്കള് ഈ അടിമത്തത്തിൽ ഈ ലഹരിയിലേക്ക് തന്നെ പോവുക. ഈ മക്കൾക്കറിയാം ശരിയല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ നിസ്സഹായതയിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കൾ. വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്, ആ മക്കള് ഈശോയിലേക്ക് വന്നു, വചനം കേട്ടു, ദൈവത്തിന് സമർപ്പിച്ചു, കുമ്പസാരിച്ചു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വലിയ അഭിഷേകം കിട്ടിയപ്പോൾ അനേക മക്കള്
ഈ പാപത്തിൻ്റെ ഈ പൈശാചികതയിൽ നിന്ന് മോചനം പ്രാപിച്ച അനേകം അനുഭവങ്ങൾ അച്ഛന് പറയാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ മക്കളെ കാണുമ്പോൾ നമ്മൾക്കൊരു സഹതാപം അവരോട് തോന്നണം. ഇന്നൊരു ശാപത്തിൻ്റെ ഒരു സംസ്കാരം എല്ലായിടത്തും ഉള്ള ഈ 40 ദിവസങ്ങൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനെന്നറിയോ? ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തിനെന്നറിയോ? നമ്മൾ ഇപ്പം ഭർത്താവ് മദ്യപാനിയാണോ? ഭാര്യ ശപിക്കും. അപ്പ മദ്യപാനിയാണോ? മക്കൾ ശപിക്കും. അങ്ങനെ എല്ലാവരെയും ശപിച്ചും പ്രാഗിയും നടക്കാണ്. എന്നാൽ അവൻ്റെ അവസ്ഥ നമുക്കറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നടു ഒടിഞ്ഞ് കിടക്കുന്നവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയണത് ഭയങ്കര ക്രൂരതയല്ലേ മക്കളെ? നിങ്ങൾ എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിന്റെ ഭർത്താവ് മദ്യപാനിയാ, നിന്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുക, നീ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ? ത്യാഗം ചെയ്ത്, പ്രായശ്ചിത്തം ചെയ്ത് ആ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. ഞാൻ പറഞ്ഞില്ലേ, ഈ മദ്യപാനമാകുന്ന പാപത്തിലൂടെ പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയ മക്കൾ മനസ്സിലാക്കണം, ഈ പാപത്തിലൂടെ പിശാചിൻ്റെ ബന്ധനത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, അവൻ പൂട്ടപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ഈശോ പറഞ്ഞില്ലേ, ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ശക്തമായ പ്രാർത്ഥന, ശക്തമായ ഉപവാസം, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയെ പോലെ രക്തക്കണ്ണീരൊഴുക്കിയിട്ട് വ്യാകുല വാളുകൾ ആ വിമല ഹൃദയത്തിൽ കുത്തിക്കേറുമ്പോഴും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, ശപിക്കാതെ, വെറുക്കാതെ ഈ അമ്മ നമുക്ക് വേണ്ടി കുരിശോട് ചേർത്ത് വെച്ചു. അതുകൊണ്ട് അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുതന്നെയാണ്. മദ്യപാനത്തിൻ്റെയും ലഹരിയുടെ പിടിയിലമർന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളെയും മാത്രമല്ല, ഈ ലോകത്തിൽ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോണ്ടല്ലോ മക്കളെ, അനേകം മക്കൾ, ഒത്തിരിയേറെ ശതമാനം മക്കൾ മദ്യപാനത്തിൻ്റെയോ ലഹരിയുടെയോ പിടിയിൽ അടിമപ്പെട്ട് പിശാചിനെ ബന്ധിക്കപ്പെട്ട് നശിക്കുക. ആത്മാക്കളുടെ നാശം. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് വചനം പറയുന്നുണ്ട്. ഈ ഒരു സ്വർഗചിന്തയുണ്ടോ? സ്വർഗത്തിൽ പോണ്ട മക്കളെ. അതുകൊണ്ട് മദ്യം എന്നുള്ളത് പൈശാചികമാണ്, മദ്യപാനം എന്നുള്ളത് പാപമാണ്. പാപത്തിലൂടെ പിശാചിൻ്റെ അടിമത്തത്തിൽ വീണു പോവുകയാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത കെട്ട് ബന്ധനം അവൻ്റെ മേൽ വരികയാണ്. ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും മദ്യപാനത്തിൽ ആയിരിക്കുന്ന മക്കൾ, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ അംഗീകരിക്കുക, ഞാനൊരു രോഗിയാണ്. മദ്യപാന രോഗമാ. ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ രോഗിയായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു അടിമയാണ്, ഞാനൊരു അടിമത്തത്തിലാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണം. എന്നെ സ്വതന്ത്രനാക്കാൻ എൻ്റെ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. എൻ്റെ പാപത്തെ ഏറ്റെടുക്കാൻ എൻ്റെ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. ഈ ലോകത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. നിൻ്റെ കൂട്ടുകാർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, എളിമപ്പെട്ട് എനിക്ക് രക്ഷപ്പെടണമെന്ന് യേശുവിനോട് ശങ്കുപൊട്ടി നീ പറ. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ പ്രത്യേകം ആ വിധത്തിൽ നമ്മൾ ഈ മക്കളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി, ഈ അടിമത്തത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും മേഖല മനസ്സിലാക്കി ഈ മക്കളെ സ്നേഹിക്കാൻ നമുക്ക്. ഈശോയുടെ വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ മക്കളെ, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവകരുണയുടെ വലിയ ഒരു പ്രവൃത്തി ആണെന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, കരുണയുടെ നൊവേനയുടെ ആദ്യത്തെ ദിവസം, ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്, ഈശോ പറയാ, എല്ലാ പാപികളെയും എൻ്റെ അരികിലേക്ക് കൊണ്ടുപോവാ. എൻ്റെ ഹൃദയം എൻ്റെ മക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിനോട് ഈശോ തൻ്റെ കുത്തി തുറക്കപ്പെട്ട ഹൃദയം കാണിച്ചു കൊടുത്തിട്ട് പറയാ, എൻ്റെ മോളെ,
എൻ്റെ മോളെ, എൻ്റെ സ്നേഹം പാപികൾക്ക് വേണ്ടി ദാഹിക്കുന്നു. ഞാൻ മുറിവേറ്റത്, എൻ്റെ ഹൃദയം കുത്തി തുറന്നത്, ഞാൻ രക്തം ചിന്തിയത് ഈ പാപികൾക്ക് വേണ്ടിയാ. എന്നാൽ എൻ്റെ സ്നേഹം തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്നു. ഇറ്റ് ഈസ് റിജക്റ്റഡ് ലവ്. ആ സ്നേഹം എൻ്റെ മക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞെ, എല്ലാ പാപികളെയും എൻ്റെ ഹൃദയത്തിലേക്ക് നീ കൊണ്ടുവാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ 40 ദിവസങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഈ പാപികളെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ മദ്യപാനത്തിലും ലഹരിയിലും അടിമപ്പെട്ട എല്ലാ മക്കളെയും യേശുവിൻ്റെ കരുണാർദ്ര ഹൃദയത്തിൻ്റെ കുത്തിത്തുറക്കപ്പെട്ട തിരുമുറിവിലൂടെ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കും. മക്കളെ, വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞില്ലേ, ആ ചങ്ക് കുത്തി തുറന്നിട്ട് തിരുരക്തവും തിരുജലവും ഒഴുക്കിയ ആ കരുണയുടെ ആ ഹൃദയം തുറന്നിട്ട് ഈശോ പറഞ്ഞു, എല്ലാ പാപികളെയും എൻ്റെ കരുണക്കടലിലേക്ക് കൊണ്ടുപോവാ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, മദ്യപാനത്തിൻ്റെയും ലഹരിയുടെയും പിടിയിൽപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, നിസ്സഹായതയിൽ നടുവൊടിഞ്ഞു കിടക്കുന്ന ഈ ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ രക്തത്തോട് ചേർത്ത്, പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർത്ത് കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. ഈശോയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ അതിനെ പറ്റൂ. മക്കളെ, പാപികളെ കൊണ്ട് സമർപ്പിക്കലാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി. അതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ മക്കളുടെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അരികിലേക്ക് നമുക്ക് പ്രത്യേകമായ വിധത്തിൽ ഈ മക്കളെ കൊണ്ടുവന്നിട്ട് ഈശോയോട് പറയാം, ഈശോയെ, അങ്ങയുടെ ശക്തിയാല്, അങ്ങയുടെ കുരിശുമരന്റെ ശക്തിയാല്, അങ്ങയുടെ തിരുമുറിവിന്റെ ശക്തിയാല്, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയാല് ഈ മക്കളെ വിടുവിക്കണം, ഈ മക്കളെ മോചിപ്പിക്കണം. അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സഹനങ്ങൾ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെന്നും പ്രാർത്ഥിക്കണം പോലെ വെറുതെ പ്രാർത്ഥിച്ച പോരാ മക്കളെ. നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കണം, നമ്മൾ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കണം, ആ മുറിവുകൾ ഏറ്റെടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപവസിക്കണം. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, മദ്യപാനത്തിലും ലഹരിക്കും അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി ത്യാഗമേറ്റെടുത്ത് ഉപവസിച്ച് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഞാൻ പറയാണ്, ഏതെങ്കിലും നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ, ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു തലവേദന പോലും നീ വെറുതെ കളയരുത്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും എന്തു വേദനയാകട്ടെ, അതൊരു സഹനം കുരിശോട് ചേർത്ത് സമർപ്പിക്കുക. എല്ലാ വേദനകളും എല്ലാ സഹനങ്ങളും ചേർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ചെയ്യാവുന്ന ത്യാഗങ്ങളും, അതായത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്ന രീതിയിൽ സഹനങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈ മദ്യപാനത്തിലും ലഹരിക്കും അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നീണ്ട 18 വർഷമായിട്ട് ഒരാത്മാവ് ബാധിച്ച് കൂനിപ്പോയ സ്ത്രീ, നമുക്കറിയാം. നമ്മുടെ ഈ പ്രിയപ്പെട്ടവരൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, പിശാചിനാൽ ആവസിക്കപ്പെട്ട് കൂനിപ്പോയി കിടക്കണ മക്കളാ. ഈശോയോട് പറ, യേശുവേ, ആ സിനഗോഗിലേക്ക് അങ്ങ് കടന്നു വന്ന് ആ മകളുടെ മേൽ കൈകൾ വെച്ച് ആത്മാവിനെ പുറത്താക്കിയതുപോലെ ഞങ്ങളുടെ മക്കളെയും ഈ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. ഈശോ പറഞ്ഞില്ലേ, 18 വർഷമായിട്ട് സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകളെ ഈ സാബത്ത് ദിവസം ഞാൻ മോചിപ്പിക്കേണ്ടെന്നാണോ നീ പറയുന്നത്? എൻ്റെ മക്കളെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാ മദ്യപാനികളായ മക്കളെയും ലഹരിക്കടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും സ്നേഹത്തോടെ കാണാം. പലപ്പോഴും അവരെയൊക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കി വിട്ടേക്കാം. അവർ ചുമ്മാ ബോധമില്ലാത്ത പാമ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പാമ്പുകൾ, അങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ. പക്ഷേ ഈ മക്കൾ നല്ല മക്കളാണ്. നമുക്കറിയോ, ഒരു മരിച്ച വീട്ടിൽ ചെന്ന് നോക്കിക്കേ, ഈ വെള്ളമടിച്ച ടീമാണ് എല്ലാം ചെയ്യുന്നത്. കുളിപ്പിക്കണതും ശവപ്പെട്ടി ഉണ്ടാക്കണതും അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ വയ്ക്കണതും അല്ലെങ്കിൽ പന്തലിടുന്നതും ഒക്കെ ഈ പാവപ്പെട്ട മക്കളാണ്. ഒത്തിരി നന്മയുണ്ട് ഇവർക്ക്. പക്ഷേ ഇവർക്ക് വിലയുണ്ടോ? ഇവർക്ക് വിലയില്ല. ഈ മക്കൾ അതുപോലെ
ഒഴിവാക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഈ മക്കൾ ദൈവത്തിൻ്റെ മക്കളെ, അവരെ നമ്മൾ സ്നേഹിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ നമ്മളും പഴിച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്, പ്രാഗിയിട്ടുണ്ട്. ഇതൊന്നും ചത്തുപോണില്ലല്ലോ, ഗതി പിടിക്കാതെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, ഈ മക്കള് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാ, ഈശോയുടെ ചങ്കിന്റെ മക്കളാ. ഈശോ ഈ മക്കൾക്ക് വേണ്ടിയ കുരിശ് മരിച്ച, ഈശോ ഈ മക്കൾക്ക് വേണ്ടിയ ഹൃദയം കുത്തി തുറന്ന്, നീതിമാന്മാരെ തേടിയല്ല ഈശോ വന്ന്, പാപികളെ തേടിയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ആരെയും വെറുക്കാതിരിക്കുക, ആരെയും ഉപേക്ഷിക്കാതിരിക്കുക, ആരെയും ശപിച്ച് തിരസ്കരിക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബത്തിൽ മദ്യപാനികളായ മക്കളുണ്ടെങ്കിൽ നമുക്കറിയാം, കുറവുള്ളവരെയല്ലേ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മക്കൾ ഈ മദ്യപാനത്തിൽ പിടിപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ട്. കുടുംബങ്ങൾ തകർന്നു പോയ ഒത്തിരി മക്കൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചില്ലേ, മദ്യപിച്ച് വന്ന അപ്പൻ, 15 വയസ്സുള്ള മകൻ അമ്മേനെ തടഞ്ഞപ്പോൾ ആ മദ്യപാന ലഹരിയിൽ ആ മകനെ കുത്തിക്കൊന്നു. സ്വന്തം മകനെ കുത്തിക്കൊന്നു. മദ്യപാനത്തിൻ്റെ പൈസ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 100,000 കണക്കുകൾ, കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ഇത് പൈശാചികമായ പിടിയാണ്, ഇത് അടിമത്തമാണ്, ഇത് ബന്ധനമാണ്. നമുക്ക് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമ്മുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്തോടെ പിശാചുക്കളെ ബഹിഷ്കരിച്ച് ഈ മക്കളെ അതിൽ നിന്ന് വിടുവിച്ചെടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുക്കുക, സഹനങ്ങൾ ഏറ്റെടുക്കുക, കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുക, പ്രായശ്ചിത്തം ചെയ്യുക. അങ്ങനെ ഉന്നതമായ അഭിഷേകത്തിലൂടെ ഈ മക്കൾ രക്ഷപ്പെടുവാൻ ദൈവം ഇടയാകട്ടെ. നമ്മൾ സഹരക്ഷകരായിട്ട് മാറും. ഈ മക്കളുടെ രക്ഷയ്ക്ക് ഞാനും നീയും കാരണമാകും. മക്കളെ, ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നമ്മളും കാരണമാകിയിട്ട് മാറും. നമുക്ക് ശക്തിയോടെ കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ മദ്യപാനികളെയും, ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന.